ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ പുതിയതാണത്? അതെ അതെ, ഇത് പുതിയ വെറൈറ്റി. നല്ല വെരിഗേഷനും ഭംഗിയാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് നമ്മുടെ ബ്രസ പീച്ചിൻ്റെ ഒരു വലിപ്പമുള്ള ഫ്ലവർ പോലെയില്ലേ. ഇത് ഗെയ്ഷ, നിറച്ച് പൂക്കളുണ്ട്. ഇതിനൊരു വെരിഗൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. സ്പെക്ട്രം ചെറിയ പൂക്കൾ, ഫുള്ള് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഗോൾഡൻ ചിത്ര, മിസ് ഹോളണ്ട്, പിന്നെ തിമ്മയുടെ വെറൈറ്റികൾ. തിമ്മയുടെ 4 എണ്ണം ഉണ്ട്. ഒന്നും കൂടെ ഉണ്ട്, തിമ്മ റെഡ് ചൈനയും കൂടെ ഉണ്ട്. അത് ഫ്ലവർ ആയിട്ടില്ല. തിമ്മ യെല്ലോ, അത് ഫ്ലവർ ആവണു. പിന്നെ എമ്മാസ്പർക്ക്, വജീദ് റെഡ്, ഇത് പോയട്രി, ഇത് ബേർഡ് വിങ്, അദർണയുടെ 2 വെറൈറ്റിയാണ്, യെല്ലോയും ശരിക്കുള്ള അദർണ. ഇവിടെ നിന്ന് ഇരിക്കുന്ന വേറെ വെറൈറ്റികളും പുതിയതാണ്. ഇത് ഫ്ലൈ ബൈറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇത് ക്ലാര സാൻഡിയാഗോ എന്ന് പറയുന്നതാണ്. ഇത് ഫാറ്റിമ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു യെല്ലോ കൂടെ ഉണ്ട്. യെല്ലോ ഇവിടെ വെക്കാനായിട്ടില്ല. അതെ, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിനകത്ത്. ഇലയ്ക്ക് വെരിഗേഷനും ഉണ്ട്. ഇത് മെജൻഡ വെരിഗേറ്റഡ്, ഇത് ഫയർ റെഡ് വെരിഗേറ്റഡ്, പിന്നെ ഇത് ബല്ലാക്ക, പിന്നെ ഇതെല്ലാം നമ്മളുടെ പുതിയ വെറൈറ്റികൾ തന്നെയാണ്. ഇത് പിങ്ക് കലോറ, ഇത് സ്നോ റെഡ്. ഇതാണ് പിങ്ക് കലോറ അല്ലേ? പിങ്ക് കലോറ. ഇത് അത്യാവശ്യം നല്ല ഭംഗിയല്ലേ? അതെ അതെ. ഇതിന്റെ കുറേ വരുന്നുണ്ടല്ലോ അല്ലേ? കുറേ കളേഴ്സ്. അതെ, അതിൽ നമ്മുടെ അർജുനയിൽ വരുന്ന പോലത്തെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇത് നമ്മുടെ മാജിക് ഐസ്ക്രീം ഉണ്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അർജുനയാണോ എന്ന് സംശയിക്കും. അർജുനയുടെ ഒരു പാറ്റേൺ അതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവര് ഏറ്റവും ലേറ്റസ്റ്റ് ആളുകളാണ്. സഫയർ ആണത്. ഇത് ഫെയർ ലേഡി, പിങ്ക് സ്ട്രൈപ്പ്, അതാണ്. ഇത് നമ്മളുടെ ബിഡാദരി ലിപ്സ്റ്റിക്കും ബിഡാദരിയാണത്. ഇത് റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ ചെടികളെ വലിയ ചെടികളായിരുന്നു. ഇവര് നാശമായി, മഴയിൽ നാശമായി. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരണ കാണാം, എന്താ. അപ്പോൾ നമ്മളതിനെ ആ ചെടികളെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി പോകണ്ട. ഇതുമ്പോൾ ഈ റൂട്ടോട് കൂടിയിട്ട് ഈ ചെടീനെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ വന്നു, അങ്ങനെ ഇതിനെ മാറ്റിയപ്പോൾ അതിൻ്റെ നാശമായ റൂട്ടുകൾ കിട്ടി. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ഇപ്പോൾ കണ്ട ഈ ഒരു റൂട്ടിൽ ഈ ഒരൊറ്റ സ്റ്റെമ്മ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കണം. ഈ കാണുന്നതെല്ലാം നമ്മളുടെ ഓൾഡ് വെറൈറ്റികളിൽ പെട്ടതാണ്. ചിത്ര, മെറി പാമർ, സാക്കറീന, സ്ട്രോബെറി റെഡ്, അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഈ സെക്ഷനിലിരിക്കുന്നത്. പിന്നെ ഡോക്ടർ റാവു, മഹാറകൾ ഇരിക്കുന്നത് മഹാറകളുടെ ഡിഫറെൻറ്റ് വെറൈറ്റികളാണ്. അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ചെറിയ തൈകളുണ്ടല്ലേ? ഇതിൻ്റെ എല്ലാം ചെറിയ തൈകളുണ്ട്. ഇതൊരു 50 രൂപ തൊട്ട് ഈ ചെടികളുടെ ചെറിയ ചെടികളുണ്ട്. ഇത് മഹാറയാണ്. മഹാറയുടെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് മെറി പാമർ, ഇത് ഓറഞ്ച് പീച്ച്, ഇത് ബാർബാറ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കടലാസ് പൂ ബൊഗൈൻവില്ല ഗാർഡനിലാണ്. കുന്നംകുളം തൃശ്ശൂർ റോഡിൽ ചൂണ്ടലിനടുത്തായിട്ടാണ്. നയാര പെട്രോൾ പമ്പ് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റാണ്. റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം 375-ലധികം വെറൈറ്റി ബൊഗൈൻവില്ലുള്ള ഗംഭീര ഒരു ഗാർഡനാണ്. ഏകദേശം ഒരു 3-4 ഏക്കർ സ്ഥലത്തുണ്ട്. ഒരു 50 രൂപ മുതൽ മുകളിലോട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൊഗൈൻവില്ല ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ സ്ഥലം കറക്റ്റ് കേട്ടോ, നയാര പെട്രോൾ സ്റ്റേഷന് നേരെ മുമ്പിൽ, കുന്നംകുളം തൃശ്ശൂർ റോഡ്, കടലാസ് പൂ ബൊഗൈൻവില്ല ഗാർഡൻ. വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഹസ്ബൻഡ് അതുണ്ടോ? ഇല്ല, പുള്ളി പറകിലേക്ക് വന്ന് പോയതാ. ഇത് റൂബി റെഡ്, ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ഫയർ ഓപ്പല്, ഇതാണ് വെറൈറ്റികൾ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ കളറുകൾ നമുക്ക് ഈ ഷെയ്ഡ് വരുന്നത് കൊണ്ട് കുറച്ച് ലൈറ്റർ വെർഷനിലാണ് ഇവിടെ കാണുന്നത്. അത് തന്നെ നമുക്ക് ആ വെളിച്ചത്ത് നല്ലൊരു വെയിലിരിക്കുമ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ് വേറൊരു വ്യത്യാസമായിട്ട് കാണാം. ഇത് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളായിരുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി സൺലൈറ്റ് കുറവായിരുന്നു. ഇതിൻ്റെ ചെറിയ ചെടികളുണ്ടോ? ഉണ്ട്. ഇത് ഒരുവിധം വലിപ്പമുള്ള ഇത് 16 ഇഞ്ച് സൈസ് ചട്ടികളിലുള്ള ചെടിയാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ ചെറിയ ചെടികളുണ്ട്. ഇതിങ്ങനെ ചെയ്ത് വെച്ചേക്കണല്ലേ പൈപ്പിൽ? ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുമോ? ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോ ഇക്കൊല്ലം ചെയ്തിട്ടേ ഉള്ളൂ, അത് കാരണം കംപ്ലീറ്റ് ആയിട്ടില്ല. റൂബി റെഡിന്റെ, ചില്ലി റെഡും നമ്മൾ ആർച്ചിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഇക്കൊല്ലം തുടങ്ങിയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഇത് മഹാറയാണ്. മഹാറയുടെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇത് മെറി പാമർ, ഇത് ഓറഞ്ച് പീച്ച്,
ഇത് ബാർബാറ. അങ്ങനെ നമ്മളുടെ ചെടികളുടെ ഒരു വെറൈറ്റി ഓഫ് ചെടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവർ നമ്മുടെ കുറച്ച് പഴക്കമുള്ള വെറൈറ്റി എന്ന് പറയും. ഓൾഡ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കണേ. അപ്പം അതുകൊണ്ടാണ് ഇവർ കറുത്ത ചട്ടികളിലിരിക്കണേ. മാത്രമല്ല ഇവർ മഴയോട് കുറച്ചും കൂടെ റെസിസ്റ്റിങ്ങാണ്. വലിയ പ്രോബ്ലം ഇല്ലാതെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ചെടികളാണ് ഈ ഇരിക്കുന്ന വെറൈറ്റികൾ. അപ്പം അതുകൊണ്ട് തന്നെ അവരിനെ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ പഠിക്കുന്ന ബൊഗൻവില്ലയിൽ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്ന ആളുകൾക്ക് പറ്റിയ വെറൈറ്റികളാണ് ഇതിലിരിക്കുന്നത്. കൂടുതൽ റോസ് ആണല്ലോ ഇരിക്കുന്നത്. അതെ, റോസ് കളറ് ബൊഗൻവില്ലയുടെ ഒരു ബേസിക് കളർ എന്ന് വേണമെങ്കിൽ പറയാം. മിക്കവാറും നമ്മൾ കാണുന്ന ബൊഗൻവില്ലകളൊക്കെ ഈ പിങ്കിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ യെല്ലോ, വൈറ്റ് അതിൻ്റെയൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത്. അല്ലാതെ ഭയങ്കര ഇതാണ് ഫോർമോസ. ഇത് ഫോർമോസ അല്ല, ഇത് HB സിംഗോ മറ്റോ പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അത് ഇത് 7 ഇഞ്ച് സൈസാണ്. 7 ഇഞ്ച് സൈസ് ഏറെക്കുറെ 150 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ചെടികൾ ധാരാളമായിട്ട് കൊറിയറിനും ഇതിനൊക്കെ വാങ്ങി പോകുന്നതുമാണ്. കെലീസിയാണ്. ഇത് ഇതിൻ്റെ ജ്വലിൻ്റെ പിങ്ക്, ഇത് സിൽവർ റെഡ്, ഇത് വീണ്ടും മെറി പാമർ, ഇത് ജ്വലിൻ്റെ യെല്ലോ, ഇത് മഹാറയുടെ വെറൈറ്റിയാണ്. ഇത് പിങ്ക് ഗ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ലേഡി ബേർഡിൻ്റെ വെറൈറ്റിയാണ്. ഇത് ചൈനീസ് ടോർച്ചാണ്. ഇതൊക്കെ തന്നെയാണെന്ന്. അതെ, ഇത് ഈ വെറൈറ്റികളാണ് ഇതിനകത്ത് അധികവും വരുന്നത്. പിന്നെ ഇത് ശുഭ്ര എന്ന് പറയുന്ന വെള്ള. അതെ, ശുഭ്ര അത് വെള്ള കളർ തന്നെയായിരിക്കും. മറ്റുള്ളതിന് കുറച്ച് വേരിയേഷൻസ് വരും, അതുകൊണ്ട് അത് ശുഭ്ര തന്നെയാണ് അതിന്റെ പേര്. ഇത് കുറച്ച് വലിപ്പമുള്ള ചട്ടിയല്ല? അതെ, അത് 10 ഇഞ്ച് സൈസ് ചട്ടികളാണ്. 10 ഇഞ്ച് സൈസ് ചട്ടികളിൽ കുറേ കൂടെ വലിയ ചെടികളാണ്. അത് ഓരോ ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ അവരുടെ ചട്ടികളുടെ സൈസ് മാറ്റണം. അല്ലെങ്കിൽ ആ ചെടിയുടെ ഗ്രോത്ത് കൂടുകയല്ല ചെയ്യുക, അത് കുറയുക ചെയ്യുക. അത് കാരണം കൊണ്ട് നമ്മൾ പോട്ട് സൈസ് ചേഞ്ച് ചെയ്യും. ഇതൊക്കെ ഏറ്റവും പുതിയതല്ലേ? അല്ലല്ല, ഇത് ഓൾഡ് വെറൈറ്റികളാണ്. കുറേയും കൂടെ വാട്ടർ ത്രൈവിംഗ് ആണ്, വെള്ളത്തിനെ അതിജീവിക്കാൻ കഴിവുള്ള ആളുകളും കൂടെയാണ് ഇവരൊക്കെ. ഇതൊക്കെ അതിൽപ്പെട്ടാണ്. അതെ. ഇതിൽ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഉണ്ടോ? വൈറ്റ് അത് ആയിരിക്കണം. വൈറ്റ് നല്ല വലിപ്പമുള്ള പൂവാണ്. അതെ, വലിയ പൂക്കളാണ്. അതിനൊരു പർപ്പിൾ വെരിഗേഷനും കൂടെ വരും. ഇവിടെ ഒരു മൾട്ടി ക്രാഫ്റ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഒരു മൾട്ടി. നിങ്ങൾ തന്നെ ചെയ്തത്? അല്ല, നമ്മൾ ചെയ്യിപ്പിച്ചതാ. അതിനകത്ത് 5 കളർ ഉണ്ടായിരുന്നു. അതിലൊരു കളർ നമുക്ക് കഴിഞ്ഞ മഴയിൽ കാറ്റിനും ചെടി വീണപ്പോൾ പൊട്ടിപ്പോന്നു. ആ ഭാഗത്തിന് ഞാനൊരു ബോൺസായി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളുടെ മൊണോലിസ റെഡ് ആണ്. ഇതിന്റെ ജ്വലിന്റെ പിങ്ക് ആണത്. ഇത് ചിത്രയാണ്. അത് സ്ട്രോബെറി റെഡ്. ഇതിന്റെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, തായ്ബോൾ പിങ്ക് ആണോ എന്നൊരു സംശയമുണ്ട്. ഇത് ഫോർമോസയിൽ വരുന്നതാ. ഇത് 2 ഫോർമോസകളുണ്ട്. ഇത് മിനി ഫോർമോസയാണ്, ഇത് വലിയ ഫോർമോസ. ഇത് സൺസെറ്റ് റെഡ് പിങ്ക്. പിന്നെ ഇതും ഫോർമോസയാണ്. ഇത് ലേഡി ബാഡ്. ഇത് യെല്ലോ മൊണോലിസ. ഇത് ട്വിസ്റ്റഡ് ഫോർമോസയുടെയാണ്. ഇത് ഗോൾഡൻ സൺഷൈൻ. ഇത് സ്വീറ്റ് ഹാർട്ട്. കൊച്ചു ചെടികളും ഉണ്ട്. സെലക്ഷൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൂബി ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്ലാന്റുകളിൽ ഇനി റൂബി ഉള്ളൂ പറഞ്ഞില്ലേ. റൂബി, ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, പിന്നെ ഇതുകൾ ഹവായ് വൈറ്റ്, SF മഹാറ മാർബിള്. ഇത് ഫോർമോസ ഉണ്ട്. ഇത് ട്വിസ്റ്റഡ് ആട്ടാ. ഇത് ട്വിസ്റ്റഡ് ഫോർമോസ. ഇത് മിനി ഫോർമോസ.
പിന്നെ ഇത് നമ്മളുടെ സൂഫിയ ഇന്ത്യാന. ആ ഇനി ഇതിലങ്ങോട്ട് പോകാം അല്ലേ? ആ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് സെൽഫി പോയിന്റ് ആണ്. ഇവിടെ സൺസെറ്റും സൺറൈസും കിട്ടും. സൺറൈസിനേക്കാൾ കൂടുതൽ സൺസെറ്റിനാണ് ഇവിടെ ഭംഗി ഉണ്ടാവുക. ഇത് ഈ പോയിന്റിൽ ഇവിടെയാണ് സൺസെറ്റ് ചെയ്യുക. അതാണ് സൺസെറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ആ ഒരു ടൈമിലാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൺസെറ്റും പൂക്കളുടെ ഭംഗി ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫയർ ഓപ്പലും ഫയർ റെഡും കൂടെ ഒരുമിച്ച് വന്നതാണ്. ഒരു ചെടി തന്നെയാണ്, അത് ഗ്രാഫ്റ്റ് അല്ല. ഒരു ചെടിയുമേ തന്നെ അങ്ങനെ വരുന്നതാ. ഇത് റൂബി, ഞാൻ പറഞ്ഞില്ല റൂബിയുടെ വലിയ ചെടികളാണ് ഇനി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത്. സൂഫിയയുടെയും വലിയ ചെടി തന്നെയാണ്. ഇത് കാലിഫോർണിയ ഗോൾഡ്, ഇത് മൊണോലിസ യെല്ലോ. ഇതൊക്കെ ചില്ലി വെറൈറ്റീസ് ഉണ്ട്, ചില്ലി റെഡ്, ഫയർ ഓപ്പാലൊക്കെ ഉണ്ട് ഇതിൽ. കുറച്ച് ഓൾഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, പുതിയത് പുതിയതൊന്നും അല്ല, ഹൈബ്രിഡുകളിൽ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. ഇത് നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗൺ. ചോക്ലേറ്റ് നല്ല രസം. ഇനി ഇത് റൂബി ഫോർമോസ. ഞാൻ ആ പറഞ്ഞതിൻ്റെ അത് നല്ല ഭംഗിയില അതിൻ്റെ പൂവ് വരിക, പക്ഷേ പേരെനിക്കറിയില്ല. ഇത് ചോക്ലേറ്റിൻ്റെ തന്നെ പിങ്ക് കളർ വരുന്നതാ. കൊച്ചു ചട്ടികളുണ്ട് അല്ലേ? ഇത് പർപ്പിൾ സ്റ്റാർ എന്ന് പറയേണ്ടത്. ഇത്രയും ചെറിയ ചട്ടികളിലും കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ചെറിയ വില അല്ലേ? അതെ, 100 രൂപ. 100 രൂപ അല്ലേ? പക്ഷെ ഇതിലധികം കളറുകൾ എടുത്തു പോയിട്ടേ. ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് നോക്കിയിട്ട് റോസാണ്, റോസും ചുവപ്പുമാണ് അതിലുള്ളത്. അതിന്റെ വേരിയൻസ് തന്നെയാണ് അധികം കാണുക. ഇത് ബ്രിസ് ആണ്? അല്ല, അത് കയാട്ടാണല്ലേ? മറ്റേത് വൈറ്റ് ഫോർമോസ. ഇത് ട്വിസ്റ്റർ, റെഡ് ട്വിസ്റ്റർ. ഇതൊക്കെ പിന്നെ വലിയ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഐഡിയകളാണ്. അതെ അതെ. നമ്മള് മദർ പ്ലാന്റ്സ് കഴിഞ്ഞ വർഷം നമ്മൾ കുറെ പർച്ചേസ് ചെയ്തിരുന്നില്ലേ? ഇതൊക്കെ ഇതൊക്കെ ഈ വെറൈറ്റീസ്. ഇത് നമ്മുടെ പൂനെ വൈറ്റ്, പൂനെ വൈറ്റ് ആണ്. പിന്നെ ഫോർമോസകളുണ്ട്. ഇത് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. ഇത് പർപ്പിൾ സ്റ്റാർ. ഇത് ചില്ലി ഓറഞ്ച്. ഇത് അഡാസ് ജോയ് ആണ്. പുതിയത് അല്ലല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ട്. ഇവിടെ ഇത് ചില്ലി റെഡ് അല്ലേ ഇരിക്കുന്നത്? അതെ, ചില്ലി റെഡ്. കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അതെ. ഇനി ചെറിയ ചെടികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടേ വലിയ ചെടികളായി ഇപ്പൊ ബാക്കി. ഇതോ ഈ വെറൈറ്റി? ഇത് ചില്ലികൾ തന്നെ അധികം. ഐസ്ക്രീം, യെല്ലോ, ഓറഞ്ച്, റെഡ് ചില്ലികൾ തന്നെ അതിനകത്ത് ഇരിക്കുന്നത് അധികം. ഇതെല്ലാം കൊറിയർ ചെയ്യല്ലേ ഈ വലിപ്പൊക്കെ? ഇത് ഞാൻ അത്ര പ്രിഫർ ചെയ്യണില്ല. അത് ചിലപ്പോ പൊട്ടിയാലേ അത് അവർക്കതൊരു, നമുക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ കൊടുക്കണേ. ഇതോ ഈ വെറൈറ്റി? അത് ചില്ലി ഐസ്ക്രീം. ഇത് ഈ സെക്ഷൻ മൊത്തം ചില്ലിയാണ്. ഇതാണ് ഒരു ഓഫീസ് കേട്ടോ. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പുതിയത് ചെയ്യാനുള്ള? അതിൽ നമ്മൾ ഇത് ഒരു ചെറിയ ജ്യൂസ് കോർണർ പോലെ തുടങ്ങണമെന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളൊരു പോട്ട്സിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പ്. ആളുകൾ പലരും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കത് ഇരിക്കാനും വായിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം. ഇതിലെ പല മിക്സഡ് പറയും. ഇത് ട്വിസ്റ്ററിന്റെ ചെടിയാണ്. ഇത് പൂവായി വരുന്നേ ഉള്ളൂ. നമ്മളുടെ 100 രൂപയുടെ റേഞ്ചിൽ പെട്ട ചെടികളാണിത്. പിന്നെ ഇതോ ഈ റോസോ? അതിന്റെ ഐഡിയ എനിക്ക് കൃത്യം അറിയില്ല. അത് നല്ല ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ്. പല വലിപ്പുണ്ട്. ഏറ്റവും ചെറിയ ചെടി മുതൽ അതിന്റെ തൊട്ട് മേലെ അതിന്റെ വലുത് പല സൈസിലുള്ള ചെടികളുണ്ട്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പമുള്ള അല്ലേ? ഇത് 12 ഇഞ്ചിൽ വെട്ടുന്ന ചെടികളാണ്. ഇത് നമ്മുടെ ഓൾഡ് വെറൈറ്റിയിലുള്ള ചെടികളാണ്.
ഷോൾഡ് വെറൈറ്റി ആണെങ്കിൽ ഇതിൽ നല്ല രസമുണ്ട് പൂക്കൾ കാണാൻ വേണ്ടി. ഇത് കുറച്ച് പുതിയാണോ? ഇത് ചില്ലിയാണോ? അല്ല, അത് ട്വിസ്റ്റർ, റെഡ് ട്വിസ്റ്റർ. റെഡ് ട്വിസ്റ്റർ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ. ആ, ഇത് മറ്റേ കുറച്ച് ന്യൂ ആയിട്ടുള്ള ഐഡിയകളാണ്. ഇത് ക്രിസ്റ്റീന. അതോ ആ റോസോ ആയിരിക്കണം? ഇത് നമ്മുടെ മിസ് വേൾഡ്. മിസ് വേൾഡും മിസ് ഹോളണ്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് കാണാം. ഇത് മിസ് വേൾഡിന് ലൈറ്റ് പിങ്ക് അല്ലേ, അതിന് ഡാർക്ക് പിങ്ക് ആയിരുന്നു. അതൊക്കെ പിന്നെ കുറച്ച് പഴയ ടൈപ്പ് ആണോ അവിടെ ഇരിക്കുന്ന ആ പൂക്കളിൽ? ആ, അതൊക്കെ ഓൾഡ് വെറൈറ്റികളാണ് ഇരിക്കുന്നതല്ല. നമ്മൾ ഈ കാണുന്ന ഒരു സെക്ഷൻ നമ്മളുടെ ഒരു എക്സിബിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റികളുടെയും ഓരോ പീസസ്, എല്ലാം ആയിട്ടില്ല, എന്നാലും ഓരോ പീസസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അത് നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളിൽ ബൊഗൻവില്ലയുടെ കളറുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക. ആളുകൾ 350 വെറൈറ്റി എന്ന് പറയുമ്പോൾ 350 കളറാണ് എക്സ്പെക്ട് ചെയ്യണേ. പക്ഷെ അങ്ങനെയല്ല, ഓരോ ഇതിലും വേരിയേഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് ഒന്ന് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ കാണുന്നതെല്ലാം നമ്മളുടെ ഓൾഡ് വെറൈറ്റികളിൽ പെട്ടതാണ്. ചിത്ര, മെറി പാമർ, സാക്കറീന, സ്ട്രോബെറി റെഡ്, അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഈ സെക്ഷനിലിരിക്കുന്നത്. പിന്നെ ഡോക്ടർ റാവു, മഹാരകൾ ഇരിക്കുന്നത് മഹാരകളുടെ ഡിഫറെൻറ്റ് വെറൈറ്റികളാണ്. അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ചെറിയ തൈകളുണ്ടല്ലേ? ഇതിൻ്റെ എല്ലാം ചെറിയ തൈകളുണ്ട്. ഇതൊരു 50 രൂപ തൊട്ട് ഈ ചെടികളുടെ ചെറിയ ചെടികളുണ്ട്. അത് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ പുതിയ വെറൈറ്റികളിൽ പെട്ടതാണ്. ഫ്ലൈ ബൈറ്റ്സ്. ഏതൊക്കെയാണ് പുതിയതുള്ളത്? ഇതൊക്കെ ഇവിടെ നിന്ന് ഇരിക്കുന്ന വേറെ വെറൈറ്റികളും പുതിയതാണ്. ഇത് ഫ്ലൈ ബൈറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇത് ക്ലാര സാന്റിയാഗോ എന്ന് പറയുന്നതാണ്. ഇത് ഫാറ്റിമ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു യെല്ലോ കൂടെ ഉണ്ട്. യെല്ലോ ഇവിടെ വെക്കാനായിട്ടില്ല. അത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിനകത്ത്. ഇലയ്ക്ക് വെരിഗേഷനും ഉണ്ട്. ഇത് മെജന്ത വെരിഗേറ്റഡ്, ഇത് ഫയർ റെഡ് വെരിഗേറ്റഡ്, പിന്നെ ഇത് ബല്ലാക്ക. പിന്നെ ഇതെല്ലാം നമ്മളുടെ പുതിയ വെറൈറ്റികൾ തന്നെയാണ്. സക്കൂറയുടെ ഗ്രീൻ ലീഫാണ് ആയിരിക്കുന്നത്. ഇത് ഈ യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇത് റോമ വെരിഗേറ്റഡ്. അതിലിപ്പോൾ ഫ്ലവർ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഉണ്ട്. പിന്നെ നമ്മൾക്ക് ചെടികൾ റെഡിയായി വരുമ്പോഴത്തേക്കും അത് സോൾഡ് ഔട്ട് ആവും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പിന്നെ അടുത്തത് വരുന്ന വരെയുള്ള ഒരു സമയം ഒരു എംപ്റ്റിനെസ് ഉണ്ട്. ഇത് ട്രൈ കളർ വെരിഗേറ്റഡ് അതാണിത്. നല്ല ബുഷായിട്ടുണ്ടാവും. ബുഷ് നല്ലപോലെ വിരിഞ്ഞ് പടർന്നു വരും. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണത്. അത് നമ്മുടെ ബ്ലൂബെറി ഐസ്, റൂബി റെഡ്, നമ്മളുടെ സൺറൈസ് വൈറ്റ്. പിന്നെ ഇത് വരുന്നത് ഒരു ടാങ്ലോങ് വെറൈറ്റി ആണെന്നാണ് പറയുന്നത്. ഇത് കുറച്ചധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചെടിയാണ്. അതിന് പക്ഷേ ഫ്ലവർ കുറച്ച് കുറവാണ്. ഭയങ്കര ഹൈ ബ്ലൂമിങ് ഉള്ള ചെടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടാൻ കുറച്ച് താമസിച്ചിരുന്നു. ഇത് നമ്മളുടെ പിങ്ക് അലോറ. ഇത് സ്കൈ ലൈൻ. ഇത് പിങ്ക് അലോറ. ഇത് സ്നോ റെഡ്. ഇതാണ് പിങ്ക് അലോറ അല്ലേ? പിങ്ക് അലോറ. ഇത് അത്യാവശ്യം നല്ല ഭംഗിയല്ലേ? അതെ അതെ. ഇതിന്റെ കുറേ വരുന്നുണ്ടല്ലോ അല്ലേ? കുറേ കളേഴ്സ്. അതെ, അതിൽ നമ്മുടെ അർജുനയിൽ വരുന്ന പോലത്തെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇത് നമ്മുടെ മാജിക് ഐസ്ക്രീം. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അർജുനയാണോ എന്ന് സംശയിക്കും. അർജുനയുടെ ഒരു പാറ്റേൺ അതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവർ ഏറ്റവും ലേറ്റസ്റ്റ് ആളുകളാണ്. സഫയറാണത്. ഇത് എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഫെയർ ലേഡി. ഇത് പിങ്ക് പിങ്ക് പാച്ച് അല്ല, പിങ്ക് പാച്ച് അല്ല. പിങ്ക് പാച്ചും പിങ്ക് അലോറയും കഴിയുമ്പോൾ ഇത് പിങ്ക് സ്ട്രൈപ്പ് അതാണ്. ഇത് നമ്മളുടെ ബിഡാദരി ലിപ്സ്റ്റിക്കും ബിഡാദരിയാണത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതല്ല, ചില്ലി റെഡ് അല്ല. ഇത് കേരള റെഡ് എന്ന് പറയുന്ന. ഇത് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് നമ്മളുടെ ട്രൈ കളർ കണ്ടില്ലേ, അതിൻ്റെ ഗ്രീൻ ലീഫാണിത്. ഇത് നമ്മളുടെ ഫൈറോപ്പാല്. പിന്നെ ഇത് അഡാസ് ജോയ് ആണ്. ഇത് സെൻഡായുടെ പല കളേഴ്സാണ് ഇരിക്കുന്നത്. സെൻഡായുടെ 4 കളർ ഇതിനകത്തുണ്ട്.
ഓറഞ്ച്, വൈറ്റ്, യെല്ലോ, റെഡ് അതിന് വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഫയർ റെഡ്, ഇത് ചില്ലി റെഡ്, ഇത് പൂനെ വൈറ്റ്, നമ്മളുടെ പഴയ ഇത് പൂനെ വൈറ്റ് ആണ്. അതെ അതെ പൂനെ വൈറ്റ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാട്ടർമെലൺ. ഇത് വാട്ടർമെലൺ കിസസ് അല്ലേ? നല്ല ഭംഗിയാണ്. അതെ നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇതാണ് പിങ്ക് പാച്ച്. പിങ്ക് പാച്ച് നല്ല ഭംഗിയുള്ള ചെടിയാ, പക്ഷെ അതിന് പൂക്കൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇത് കൊഴിഞ്ഞ് അടുത്തത് വരുന്നുള്ളൂ. അതുകൊണ്ട് പിങ്ക് പാച്ചും അതുപോലെ സക്കൂറയുടെ പോലത്തെ ഒരു ഫ്ലവറിങ് അതിന്. ഇത് ഇപ്പുറത്ത് വന്നപ്പോഴും അതിന്റെ കറക്റ്റ് കളർ. അതെ സൺറൈസ് വൈറ്റും റൂബി റെഡും. അതെ അത് നല്ലൊരു കോംബോയാ. അത് മൾട്ടിക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ചെടികളാണ്. അതെ ഇത് നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ്. പിന്നെ സെപ്റ്റംബറിന്റെ വെറൈറ്റികളാണ് ഓറഞ്ച്, വയലറ്റ്. റെഡിൽ ഫ്ലവർ ആയിട്ടില്ല. ഇത് സൺസ്റ്റോൺ വൈറ്റ്, റെഡ്. ഇത് ബട്ടർഫ്ലൈയുടെ വെറൈറ്റികളാണ്. ഇത് ഗെയ്ഷ. അത് പുതിയതാ? അതെ അതെ ഇത് പുതിയതാണ്. ഗെയ്ഷ നിറച്ച് പൂക്കളുണ്ട്. ഇതിനൊരു വെരിഗൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതുപോലൊരു വെരിഗേഷൻ ഉണ്ട്. ആദ്യം ഇത് വൈറ്റ് കളറിലാണ് പൂവിട്ടെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാവില്ല എന്ന്. പിന്നെ അത് ഫുൾ വെരിഗേഷനിൽ വരികയുണ്ട്. ഇത് നമ്മുടെ മൊണോലിസയുടെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇത് വരുന്നത് ഇതൊരു നല്ല ഫ്ലവറാണ്, പക്ഷെ ഫ്ലവർ കഴിഞ്ഞ സമയമാണ് കോപ്പിമലൻ. അതിലും ഈ ആ സ്പെക്ട്രം കണ്ടില്ലേ? സ്പെക്ട്രത്തിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ള പൂക്കൾ, നിറച്ച് പൂക്കളാണ്. ഈ ഇലയൊന്നും കാണില്ല, പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പൂവിൻ്റെ ഒരു ബൊക്കെ പിടിച്ച പോലെ ഉണ്ടാവും. ഇത് മുഴുവൻ നമ്മുടെ ടാങ്ലോങ്ങിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റികളാണ്. ഇത് ടാനിയൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് നമ്മുടെ മഹാറാണി അത്യാവശ്യം നല്ല ഡിമാൻഡ് അല്ലേ? അതെ അതെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഇതാണ്. ഇത് ക്ലൗഡ് വൈറ്റ്, വിയറ്റ്നാം മിക്സ്. അത് ബട്ടർ കപ്പിൻ്റെ ഈ ഒരു കളറുള്ളൂ. ബട്ടർ കപ്പിന് എല്ലാം കൂടെ ഉണ്ട്. അത് ഇവിടെ വെക്കാനായിട്ടില്ല. അത് സക്കൂറ ബല്ലാക്കാൻ. ഇത് ടാംബ്രാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ചെടിയാണ്. ഫ്ലവർ ഇടാൻ കുറച്ച് താമസമുള്ള കൂട്ടത്തിലാണ്. ഇത് കയാട്ട. ഇത് ലേഡി ബേർഡ് മാർബിൾ. എൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കൾ, പക്ഷെ കൊഴിഞ്ഞടുത്തത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇത് നമ്മളുടെ മിസ് ആലീസാണ്. ഇത് ബ്രസയുടെ ഡിഫറെൻറ്റ് വെറൈറ്റികൾ. അത് രണ്ടും ഹവായുടെ വേരിയൻസ്. ഇത് മഹാര മാർബിള്, SF മഹാര മാർബിളാണ്. ഇത് നമ്മുടെ ക്രിസ്റ്റീനയാണ് ഇതിരിക്കുന്നത്. ഇതൊക്കെ ഹൈബ്രിഡ് ആകുമ്പോൾ അത്യാവശ്യം ഒരു റേഞ്ച് എങ്ങനെ വരിക? ഇത് ഹൈബ്രിഡ്സിന് എല്ലാത്തിനും ഹൈബ്രിഡുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിലധികം. ഇതിന് 50 രൂപ എന്ന് പറയുന്നത് ഓൾഡ് വെറൈറ്റികളാണ്. 100 രൂപ മുതൽ ന്യൂ വെറൈറ്റീസും ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റികളുണ്ട്. പക്ഷെ എല്ലാതും 100 രൂപയിലല്ല. നമ്മൾ ഈ ചെടികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇത് നമ്മളുടെ പ്രിപ്പറേഷൻ ഏരിയയാണ്. ഇതൊക്കെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ്. ഇത് നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് വരുന്നത്. ഇതിനകത്താണ് നമ്മൾ ചെടികൾ ഇതാക്കിയെടുക്കുന്നത്. ഇത് പ്ലാന്റ് ചെയ്ത് വെച്ച ചെടികളും. ഇതൊരു 3-4 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ? 3.5 ഏക്കറോളം ലാൻഡ് നമ്മൾ ബൊഗൻവില്ലയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ കൊല്ലത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണോ? അതെ അതെ അതാ ഞാൻ പറഞ്ഞത്. കുറെ കഴിഞ്ഞു, ഇനി അടുത്തൊരു സെക്ഷൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് എങ്ങനെ സിംഗിൾ വെറൈറ്റി ആണോ അല്ലെങ്കിൽ മൾട്ടി ക്രാഫ്റ്റ് ചെയ്തേക്കണോ? ഇല്ല, മൾട്ടി ക്രാഫ്റ്റുകൾ ഈ കാണുന്ന ഇതിനകത്തില്ല. ഇതിനൊക്കെ സിംഗിൾ പ്ലാന്റ്സ് ആണുള്ളത്. മൾട്ടി ക്രാഫ്റ്റ് കുറച്ചുണ്ട്, അത് വേറൊരു ഏരിയയിൽ പോയിട്ടാണ്. ബാക്കിലോട്ടുണ്ടല്ലോ. ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ തരുന്നു, അന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നു. അതെ അതെ ഇപ്പോൾ അതങ്ങനെ സ്പ്രെഡ് ആയി. ഇപ്പൊ ഇത് സെറ്റ് ചെയ്തേക്കണ ഏകദേശം 2 മാസത്തെ ഗ്യാപ്പിന് വേണ്ടി. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാറാവും? 2 മാസം വേണ്ട, ഇത് ഫ്ലവർ ആയി തുടങ്ങി. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. ഇത് വൈഫിൻ്റെ ഒരു പാഷനും ഹോബിയൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മുടെ വീട്ടിലൊരു 10-70 വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 70 വെറൈറ്റികൾ കൂടുതൽ വെക്കാൻ സ്പേസിലാണ്ട് വന്നപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ സ്ഥലം. ആരും പ്രവേശിക്കാൻ പറ്റാതെ അത്രമാത്രം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മൊത്തം ഒരു
7.5 ഏക്കർ സ്ഥലമുണ്ട്. ആ ആ അതിലൊരു 4 ഏക്കർ വയലും 3.5 ഏക്കർ പറമ്പുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പറമ്പായ സ്ഥലം നമ്മൾ മൊത്തം അവനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് കഴിഞ്ഞോലം വ്യാപിപ്പിച്ചു. അപ്പോൾ ഇക്കൊല്ലം മൊത്തത്തിൽ നമുക്ക് ചെടികൾ വയ്ക്കാനായിട്ട് സ്പേസ് വേണമല്ലോ. നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പേസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്ന മാതിരി പ്ലാൻ ചെയ്തു. ഇതൊക്കെ പിന്നെ ഇപ്പോൾ ഒരു ജൂണിലോട്ടൊക്കെ വേണ്ടി, മെയ് ജൂണിലോട്ടൊക്കെ വേണ്ടിയിട്ടാണ് അത്? അല്ലല്ല, ഇപ്പോൾ തന്നെ റെഡി വരും. അതായത് ഒരു 10-25 ദിവസം 20 ദിവസത്തിനുള്ളിൽ കയറി വരും. ഇതിപ്പോൾ 3 ബാച്ച് കഴിഞ്ഞ് 4ാമത്തെ ബാച്ചാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്? മൾട്ടി ക്രാഫ്റ്റഡ് ആണോ? മൾട്ടി ക്രാഫ്റ്റ് ഇതാണ്. ആ ശരി, ഇതാണ് മൾട്ടി ക്രാഫ്റ്റഡ്. ഇതാവണുള്ളൂ, ഇതായി വരുന്നുള്ളൂ. ഇതാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ വേരിളക്കിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു വാട്ടം വന്നിരിക്കുന്നത്. അതൊന്ന് ശരിയാവാനുണ്ട്. 150 ചെടികളുണ്ട് അത്. പിന്നെ അതിൻ്റെ വലിയ മൾട്ടി ക്രാഫ്റ്റാണ് അത് ആയിരിക്കുന്നത്. അതും ഒന്ന് ബുഷിയെ വരാനുണ്ട്. അത് 10 ദിവസത്തിനുള്ളിൽ എത്രണ്ണൊക്കെ വെച്ചിട്ടുണ്ട്? 5 എണ്ണം. നിങ്ങൾ തന്നെ ചെയ്യണത്? അതെ. ഇതെല്ലാം 4 എണ്ണം. അത് 5 എണ്ണം 6 എണ്ണം ഒക്കെ ഉണ്ടായില്ലേ. അതിലൊന്ന് പോയിട്ട് വരാം. ഇതിൻ്റെ വലിയ ചെടികളുണ്ടല്ലേ? ആ, ഇതിൻ്റെ വലിയ ചെടികളാണ്. ആ, ഇതിൻ്റെ അകത്ത് ശരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് വെക്കുന്നുണ്ടല്ലേ? ആ, അത് ഒരു ഗ്രില്ലുണ്ട്. ഗ്രില്ല് വെച്ചിട്ട് അതും വേണത്. അതെ. സുഖമാണ് മറ്റേ സ്ഥലമില്ലാത്തവർക്കൊക്കെ. ഇത് വെറൈറ്റി ചില്ലി വെറൈറ്റീസ് ആണല്ലോ? ചില്ലി വെറൈറ്റീസ് ആണ്, എല്ലാം ചില്ലി വെറൈറ്റീസ് ആണ്. ഓക്കെ. കുറേ ചട്ടികളിൽ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ 4ാമത്തെ ബാച്ചാണ് ഞങ്ങൾ ഇറക്കാൻ പോണത്. നല്ല വയലാണല്ലോ ഇത്. നിങ്ങളല്ല ഇവിടെ വരെ ഉള്ളൂ? അല്ല, നമ്മുടെ ആ കല്ലിട്ട്, ആ കരിങ്കല്ലിട്ടിട്ടില്ലേ ചുറ്റും തൂണ്, കരിങ്കൽ തൂണ്, അതിൻ്റെ ഉൾവശം നമ്മുടെ. ഓ, ഇനിയിപ്പോൾ ഇത് വിതക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇപ്പം ഇല്ല. ഒരു കൊയ്ത്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ഇതുള്ളൂ, വിളവെടുപ്പുള്ളൂ. അപ്പോൾ അതിന് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കണ്ട് ആസ്വദിക്കാനുള്ളൊരു ഘട്ടമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോഴേക്കും ഈ റോഡ് ബ്ലോക്ക് ആക്കിയപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഇങ്ങോട്ട് ആരും പ്രവേശിക്കില്ലല്ലോ ഈ വശത്തേക്ക്. നിങ്ങൾക്ക് ഹോൾസെയിലല്ല റീറ്റെയിലല്ലോ? ഹോൾസെയിൽ ഇല്ല എന്നല്ല, ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേഴ്സറിക്കാർക്ക് എത്ര താഴ്ത്തി കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രൊമോഷൻ ഇല്ല. നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. നല്ലൊരു ഏരിയ ആണല്ലേ? നല്ല ഡയറക്റ്റ് സൺലൈറ്റും കിട്ടും. അതെ. അപ്പോൾ എപ്പോൾ വന്നാലും സാധനം റെഡിയാണ്. 300-ലധികം വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ അല്ലേ? ഓൾറെഡി 100 അല്ല 350 പരം. 350 പരം ഉണ്ട്. അതിൽ 350 പരം എന്ന് പറയുമ്പോൾ 350ഉം നമുക്ക് കൊടുക്കാറായിട്ടില്ല. അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം കുറേ ഇക്കൊല്ലം വന്നിട്ടുള്ള വെറൈറ്റികളായതുകൊണ്ട് മദർ പ്ലാന്റ്സ് ഇക്കൊല്ലം വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ മദർ പ്ലാന്റ്സ് കാണിക്കുക എന്നുള്ളതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സിബിഷൻ നടത്താൻ പോകണല്ലേ? ഏപ്രിൽ 1-ാം തീയതി. ഏപ്രിൽ 1-ാം തീയതി. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ഷോ അല്ലെങ്കിൽ പുഷ്പോത്സവം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഈ ബോഗൻവില്ലയെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഒരു അവയർനെസ് സൃഷ്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഏതൊക്കെ ഐഡിയ ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ബോഗൻവില്ലയിൽ എത്ര ടൈപ്പ് ഉണ്ട്, അതിൻ്റെ പൂക്കൾ കാണാനും. ഇവിടെ വേറൊരു ഏരിയ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാധാ വെറൈറ്റീസ് ആണോ? ഇത് ഇന്ത്യൻ ഹൈബ്രിഡ്സ്, നമ്മുടെ ഓൾഡ് ഹൈബ്രിഡ്സ് ആണ് അതൊക്കെ ഈ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ വലിയ പ്ലാന്റ്സ്, നമുക്ക് മദർ പ്ലാന്റ്സ് ആയിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ചട്ടിയിൽ 16 ഇഞ്ചിൻ്റെ ചട്ടിയിലിരിക്കുന്നത്. മദർ പ്ലാന്റ്സ് പുതിയ നഴ്സറിക്കാരോ അല്ലെങ്കിൽ റിസോർട്ടുകൾ ഹൗസ് വാമിങ് ചെയ്യുന്ന ആൾക്കാർ പുതിയതായിട്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 16 ഇഞ്ച് വലിയ ചെടികൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ 10 ഇഞ്ചിൻ്റെ പോട്ടാണ് ഇരിക്കണതല്ല, അത് 7 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിന് ഒരു നഴ്സറിയുടെ ലാസ്റ്റ് പോർഷൻ കേട്ടോ നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണത്, നമ്മുടെ മതിലിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ഫെൻസിങ്ങിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ മതിലിന് പകരമായിട്ട് വെക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം വെറൈറ്റികൾ സിംഗിൾ കളറിലുള്ളത് നമുക്ക് കൊടുക്കും. വളരെ ചീപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഇതാണ്. അത്തരം ചെടികൾ നമുക്ക് വളരെ വില കുറച്ച് നമുക്ക് ഈ ചെടികൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് അനവധി ഉണ്ട് നമ്മുടെ കയ്യിൽ. അനവധി ഇല്ല, കളേഴ്സ് അധികം ഉണ്ടാവില്ല. അധികം കളേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്ര നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നത്. ആറ്റമരങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ? ആറ്റമരം ഇത് കംപ്ലീറ്റ് ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട് നമ്മൾ.
അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു വേറെ ഫെൻസിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നേരിട്ട് അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആരും ഇങ്ങോട്ട് കിടക്കില്ല. രണ്ട്, ഇത് കാണാനായിട്ട് ഈ സമയത്ത് ഭയങ്കര നിറഞ്ഞ പൂക്കളായിട്ട് കാണാൻ നല്ല വൃത്തിയാവും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുഞ്ഞൊരു ബൊഗൻവില്ലയുടെ കഷ്ണം ഒരു വേരുമ്മ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് റൂട്ട് ഗ്രാഫ്റ്റ് എന്നാണ് ഇതിനെ പറയാം. ഇത് റൂട്ടിൽ ഇത് പിടിപ്പിച്ചിരിക്കുന്നത് മഹാറാണിയാണ് റൂട്ടിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റൂട്ടിന് പുതിയ റൂട്ടുകൾ, ഏരിയൽ റൂട്ട്സ് വന്നു തുടങ്ങി. ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ ബൊഗൻവില്ലയുടെ റൂട്ടിനെ ഞാനെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ എനിക്കൊരു ഹരമായി മാറിയിരിക്കുകയാണ്. റൂട്ടിൽ ഗ്രാഫ്റ്റ് അത് പെട്ടെന്ന് ഗ്രാഫ്റ്റ് പിടിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത റൂട്ട് ഗ്രാഫ്റ്റുകളെയൊക്കെ ഈ ചെറിയ പോട്ടിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അതെ അതെ, ഇത് പല കളറുകളും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പല വെറൈറ്റി ചെടികളാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇത്രയും ചെറിയ ചട്ടി മതി. മതി. റൂട്ട് മാത്രമല്ലേ വേണ്ടു, റൂട്ടിനെ എക്സ്പോസ് ചെയ്തിരിക്കുകയല്ലേ, സ്റ്റെമ്മ് മുകളിലല്ലേ വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ചട്ടികളിലേക്ക് റൂട്ടിനെ മാറ്റാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പോട്ടി മിക്സ് എന്താ ഈ കൽപ്പൊടി മാത്രമാണോ? അല്ലല്ല, മണ്ണ് മാത്രമല്ല, മണ്ണിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഉമി, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്തിട്ടുള്ള മിക്സാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അത് ഉമ്മിയാണ് കാണുന്നത്. മണലിന് പകരം നമ്മൾ ഉമ്മിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചെയ്തതിന് ശേഷം കൂട്ടിയിടും. കൂട്ടിയിട്ട് പിന്നെ പോട്ട് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ എത്ര നാളായി ചെയ്തിട്ട്? ഇത് ചെയ്തിട്ട് ഒരു ഞാൻ പറയുകയാണെങ്കിൽ നവംബർ ഡിസംബറിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് ചെടി നാശമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് മാറ്റിയിട്ട് വെക്കുന്നതാണ്. ബോൺസായികൾ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല പ്രോജക്റ്റാണ്. ഇതിപ്പോൾ ഈ ഒരു കഷ്ണം വേരുമയാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് റൂബി റെഡാണ്. എൻ്റെ പൂക്കൾ കഴിഞ്ഞ് ഇതിപ്പോൾ അടുത്ത പൂവിലേക്ക് കടക്കാൻ പോവാണ്. ഇതിനിപ്പോൾ ഇത്രയും റൂട്ട് ഇതിൽ വെച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ്. ഇവിടെ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ട് നാശമായി പോയ റൂട്ടാണ് നമ്മളെടുത്ത് അതിനെ. ചെടികളായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇക്കൊല്ലം എന്തായാലും കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് വീട്ടിൽ കുറച്ച് അഡീനിയം കളക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഇരിക്കാനുള്ള സ്പേസ് മാത്രം മതിയാവും. അതെ അതെ, കാരണം ഇത് വേറെ ആയതുകൊണ്ട് അതിന് താഴെ ചെറിയ വേരുകൾ വന്നിട്ടുണ്ടല്ലോ. അവിടെ കുറച്ച് ബോൺസായി ഉണ്ടല്ലോ. അത് നമ്മളുടെ ഒരു റെസ്ക്യൂയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അവര് കഴിഞ്ഞ മഴയിൽ നഷ്ടപ്പെട്ടു പോയ ചെടികളെ വീണ്ടെടുത്തതാണ്. ഈ ചെടി താങ്ലോങ് ആണ്. അതെ, ടാങ്ലോങ് റെഡോ പീച്ച് ആണല്ലേ? റെഡ് ആണ് കണ്ടല്ലോ. റെഡ് ഉണ്ട്, പീച്ച് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇതൊക്കെ പിന്നെ മൾട്ടി അല്ല, ഇത് പുതിയ വെറൈറ്റി. അത് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അതല്ലാതെ തന്നെ ഈ ഒരു സെക്ഷൻ ഇതായി വെരിഗേറ്റഡ് അല്ല, അത് നമ്മളുടെ മാജിക് ഐസ്ക്രീം. ഇത് റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളെ വലിയ ചെടികളായിരുന്നു, ഇവര് നാശമായി, മഴയിൽ നാശമായി. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരണ കാണാം, എന്താ. അപ്പോൾ നമ്മളതിനെ ആ ചെടികളെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി പോണ്ട. ഇത് ഇപ്പോൾ ഈ റൂട്ടോട് കൂടിയിട്ട് ഈ ചെടീനെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഇതിനെ മാറ്റിയപ്പോൾ അതിൻ്റെ നാശമായ റൂട്ടുകൾ കിട്ടി. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ഇപ്പോൾ ഉണ്ട് ഈ ഒരു റൂട്ടിൽ ഈ ഒരൊറ്റ സ്റ്റെമ്മ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ റെസ്ക്യൂ ചെയ്ത ചെടികളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് ഈ കൊല്ലം കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല. ഈ കൊല്ലം നമ്മൾ ഇതിനെ വളർത്തി ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം അടുത്ത വർഷം നമുക്ക് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു പ്രത്യേക ഷേപ്പിൽ എനിക്ക് ചില്ലി യെല്ലോനെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ബോൺസായി ആക്കി. ഇത് നമ്മളുടെ പപ്പായ ഓറഞ്ച്. ഇത് ചില്ലി ഓറഞ്ച്, ഇത് പപ്പായ ഓറഞ്ച്, ഇത് സൂഫിയ ഇന്ത്യാന, ഇത് നമ്മുടെ മൊണോലിസ. ഇതൊരു ഡാർക്ക് കളർ. ഇത് ബിഡാതിരി ലിപ്സ്റ്റിക്ക്. ഇത് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ. ഇത് ഗോൾഡൻ സൺഷൈൻ. ഇത് നിറച്ച് പൂവായിരുന്നു, ഇപ്പോൾ അത് കൊഴിഞ്ഞു. ഇനിയിപ്പോൾ 1-2 പൂക്കളെ ബാക്കിയുള്ളൂ.
ഇത് ലൈലാക്ക് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതാണ് മിസാലിസിന്റെ ചെടി. ഞാൻ പറഞ്ഞില്ലേ നിറച്ച് പൂവുണ്ടാവുന്നതാ. ഇത് ഫുള്ള് പൂവായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടി കളഞ്ഞത് അത് മുഴുവനും. ഫുള്ള് ഇതുപോലെ പഞ്ചായിട്ട് പൂക്കളുണ്ടാവുന്നതാണ് മിസാലിസ്. ഇത് ക്രിസ്റ്റീന, ഇത് ചില്ലി ഐസ്ക്രീം, ഇത് മിസ് വേൾഡ്, ഇത് ഈ ടാങ്ലോങ്. ഇതിവിടെ എന്ന് വെച്ചാലേ ഞങ്ങൾക്ക് പ്രകൃതിയുടെ അനുഗ്രഹം നല്ലോണം ഉള്ള ഒരു സ്ഥലമാണിത്. ആവശ്യത്തിലധികം വെയില്, കാറ്റ്, ആവശ്യത്തിന് തണല്, ഒപ്പം തന്നെ ഹൈ എമൗണ്ട് ഓഫ് കാർബൺ എമിഷൻ. ഈ വണ്ടികൾ പോകുമ്പോൾ കാർബൺ ഇതിൽ എമിറ്റഡ് ആവും. ആ കാർബൺ ഇതിൻ്റെ വളർച്ചേനെയും രോഗം വരാതിരിക്കാനും ഇതിൻ്റെ കളറ് എൻഹാൻസ് ചെയ്യാനും ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന പൂക്കൾക്ക് നല്ല കളറും നല്ല ക്വാളിറ്റിയും കിട്ടും. ഈ ചെടികൾക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നത് ആക്ച്വലി ഈ റോഡിലുണ്ടാവുന്ന ബ്ലോക്കാണ്. ഈ റോഡിൽ എപ്പോഴും ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ വരുന്ന കാർബൺ എമിഷൻ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളുടെ ചെടികൾക്ക്. പിന്നെ ഡയറക്റ്റ് വന്നിട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലേ? സൺഡേ ഓപ്പണിംഗ് ആണ്. അതെ, മോർണിംഗ് 9 to 6. നമ്മളുടെ ഓഫ് ടൈമിൽ നമ്മൾ സൺഡേസിൽ ഓപ്പൺ ആവില്ല. അതായത് മെയ് അവസാനം ജൂൺ തൊട്ടിട്ട് സൺഡേ ഓപ്പണിംഗ് ഉണ്ടാവില്ല. പിന്നെ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ്, ഡിസംബർ ജാനുവരിയിലാണ് സൺഡേ ഓപ്പൺ ആവുള്ളൂ. കാരണം അത് ഓഫ് സീസണാണ്. നമുക്കിവിടെ ചെടികളെ റെസ്റ്റിന് വിടുന്നതുമാണ്. ഒപ്പം തന്നെ സെയില് ഉള്ള ചെടികൾ സെയിൽ ചെയ്യും, അല്ലാതെ പുതിയ പ്ലാന്റ്സ് അതിന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല ആ സമയത്ത്. അത് കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ തുടങ്ങും. പ്രൊപ്പഗേഷൻ തുടങ്ങുന്ന സമയത്ത് സെയിലിന് ഉണ്ടാവില്ല. നമ്മൾ ആ കാര്യങ്ങളിൽ തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഡിസംബർ തൊട്ടിട്ട് തന്നെ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെടികൾ സെയിലിലേക്ക് റെഡി ആയി വരും. ഇനിയിപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യലായിട്ട്? നമ്മൾക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ്. പൂക്കളെ കാണുമ്പോഴേ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ അതിലാണെങ്കിൽ ഏറ്റവും കുറവ് പരിചരണവും ഏറ്റവും കുറവ് അസുഖങ്ങളും വരുന്ന പ്ലാന്റാണ് ബൊഗെയിൻവില്ല. അവർക്ക് വെള്ളം ഇല്ലെങ്കിൽ അവർ കുറേ നാൾ ദാഹിച്ചാൽ അവർ നിലനിൽക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 2 കൊല്ലോ? ഒരു കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതെ. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, എന്നാൽ താങ്ക് യു സോ മച്ച്.